ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു 200-250 പോസ്റ്റ് നമ്മൾ ഒരു ദിവസം ഫിറ്റ് ചെയ്താൽ തൈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തൈയും വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 മണി സമയമായിട്ടുള്ളൂ, 3 മണി കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മളിത് കാലെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഫിറ്റാക്കി ലെവൽ ചെയ്യൽ കഴിഞ്ഞു. ഇനി തൈ വെക്കാൻ വേണ്ടി ഉള്ള വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഭംഗിയായി ചെയ്യാനും എളുപ്പത്തിൽ ചെയ്യാനുള്ള രീതികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ 4 മീറ്ററിൻ്റെ കാലാണ് ഉപയോഗിച്ചത്. നേരത്തെ നമ്മൾ ഒരു കാല് 1.5 മീറ്റർ 1.25 മീറ്ററിൽ മുറിച്ച് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യണില്ല. എന്താണ് നിങ്ങൾ വളം ചെയ്യണത് എന്നതിനെ പറ്റിയിട്ട് ഒട്ടനവധി ആളുകൾ വിളിക്കും. അപ്പം നമ്മൾ ഇതിനുള്ള പ്രത്യേക രീതിയിലുള്ള വളങ്ങളാണ് ഇതിന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കുരുമുളക് ഏകദേശം ഒരു 6 മാസം ആകുമ്പോഴേക്കും തന്നെ കയറി തിരിയിട്ട് നമ്മൾ കുരുമുളക് കായ്ക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് വെക്കാൻ താല്പര്യമുള്ള വിശ്വാസമുള്ള ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൽ നല്ലൊരു തോതിലുള്ള വളവ് കിട്ടേണ്ട രീതിയിലുള്ള കുരുമുളകിൻ്റെ തൈകളുമാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ പല ആളുകളും പുതിയ തൈകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വിപണിയിൽ വലിയ വില കൊടുത്തിട്ട് 1 കൊല്ലം 2 കൊല്ലമൊക്കെ ബുക്ക് ചെയ്തിട്ട് ബുക്കിങ്ങിന് കാത്തു നിന്നുകൊണ്ട് വള്ളിയുടെ പേരോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾ ഇപ്പോൾ ഇതിൽ നമ്മൾ പരാമർശിക്കുന്നില്ല. അതൊക്കെ ഓരോരോ ബിസിനസ്സാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ ഏറ്റവും നല്ല തൈ എന്നുള്ള രൂപത്തിൽ 1 കൊല്ലം 6 മാസമൊക്കെ ബുക്ക് ചെയ്തിട്ട് വള്ളിക്ക് കാത്തിരിക്കുകയാണ്. അവരെ വള്ളി മാത്രമാണ് ഈ പൈപ്പിൽ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ഒരു ഇതിൽ നിന്ന് പിന്നെ വ്യത്യസ്തമായിട്ട് അവർ വള്ളി വിറ്റ് ചിലവാകാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ നമ്മളെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ പ്രവർത്തിച്ചാൽ വേണ്ടാലും അവർ വള്ളി വാങ്ങുക വെക്കുക ചെയ്തോളൂ. പക്ഷേ നമ്മൾ ഏത് വള്ളി വെച്ചാലും കേരളത്തിൽ നമ്മൾ കുരുമുളകിൻ്റെ വള്ളി ഏത് വെച്ചാലും ഈ പൈപ്പിൽ പിടിക്കും. അതാണ് നമ്മളെ കണ്ടീഷൻ. അല്ലാതെ നമ്മൾ ഇന്ന വള്ളിയെ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ അവരെ വള്ളിയെ പിടിക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റേതേ പിടിക്കുള്ളൂ, പന്നീരെ പിടിക്കുള്ളൂ, കരിമുണ്ട പിടിക്കും, അങ്ങനെ സംവിധാനമില്ല. ഏത് വള്ളി വെച്ചാലും ഈ പൈപ്പിൽ കയറും. അത് ഇന്ന ആളെ വള്ളിയെ പിടിക്കുള്ളൂ. അതൊക്കെ അവരുടെ ബിസിനസ്സാണ്. ബിസിനസ്സിന് പല ആളുകളും പല മാർഗങ്ങളും സ്വീകരിക്കും. അത് നമ്മളതിൻ്റെ പിന്നാലെ പോകുന്നില്ല. അപ്പോൾ ആളുകൾ ഇപ്പോൾ ഈ ബുക്ക് ചെയ്തിട്ട് പിന്നെ മാസക്കണക്കിന് കൊല്ലക്കണക്കിന് കാത്തിരുന്നു കൊണ്ട് ആളുകൾ പല തരത്തിലുള്ള വള്ളികളും വാങ്ങുന്നുണ്ട്. ഇന്ന് വിപണിയിൽ വലിയ വില കൊടുത്തിട്ടാണ് ആളുകൾ അതൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് വള്ളി വെച്ചാലും ഇതിന്മേൽ കയറി പിടിക്കും. അത് ഷുവറാണ്. അതല്ലാതെ ഒരാളെ വള്ളി മാത്രമല്ല, എല്ലാ ആളുകളും ഉണ്ടാക്കുന്ന ഏത് വള്ളിയാലും കുരുമുളകിൻ്റെ വള്ളിയാണോ അതിന്മേൽ പിടിക്കും. അതൊരു 6 മാസം കൊണ്ട് കയറി കുരുമുളക് കായ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ ഇത് വർഷക്കാലം പറക്കാൻ പോവുകയാണ്. ഒരു 1-1.5 മാസമേ ഉള്ളൂ. ഇപ്പോൾ ഈ വെക്കുന്ന തൈകളൊക്കെ ഏകദേശം ഈ മഴ തുടങ്ങി ഒരു മഴ തുടങ്ങി മഴ അവസാനിക്കുന്നതോട് കൂടി കയറി കായ്ക്കാൻ തുടങ്ങും. സുഹൃത്തുക്കൾ, അന്ന് നമുക്ക് പെരിന്തൽമണ്ണുള്ള ഒരു സൈറ്റിലാണ് കേട്ടോ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ. നമ്മളിവിടെ PVC പൈപ്പിൽ കുരുമുളകിൻ്റെ താങ്ങുകാല് ചെയ്യാനുള്ള വർക്കാണ് കേട്ടോ നമുക്കിന്ന് ഇവിടെ ചെയ്യാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം നമുക്കൊരു 140 പോസ്റ്റാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. ഇന്ന് വർക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇന്ന് തന്നെ തീരും കേട്ടോ. അപ്പോൾ ഇവിടെ കുഴിയും കാര്യങ്ങളൊക്കെ JCBക്ക് നമ്മൾ ഇന്നലെ തന്നെ എടുത്ത് വെച്ച് നല്ല മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആവും. നമ്മൾ കുഴിയും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പൈപ്പ് സ്ഥാപിക്കുന്ന പരിപാടിയാണ് കഴിഞ്ഞ് നടന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ തൈ വെച്ച് വളം കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഈ കാര്യം ഇവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഏകദേശം ആവറേജ് ഇപ്പോൾ തന്നെ തുടങ്ങും കേട്ടോ. നമ്മളൊരു ഉച്ചക്ക് 12 മണിയായപ്പോഴത്തേന് നമ്മളെല്ലാ വർക്കും ഏകദേശം ഒരു പകുതിയിലധികം ആയിട്ടുണ്ട് കേട്ടോ. വർക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ നമ്മൾ തൈ വെക്കും. ഇപ്പോൾ വളം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ പണിക്കാർ ഫുള്ളായിട്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം നമുക്ക് കഴിയാറായി. ഇനി ഒരു 10 പോസ്റ്റും കൂടി നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ വർക്ക് നമ്മൾ ഇത്രയും സെറ്റപ്പായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വളം ചെയ്ത് ഒരേ ലെവലിലാക്കിയിട്ട് ഇനി തൈ വെക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ ഇനി കേട്ടോ. അപ്പോൾ ഇതുപോലെ കുരുമുളകിൻ്റെ താങ്ങുകാലൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ കുരുമുളകിൻ്റെ താങ്ങുകാലം എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ഹൈറ്റാണ് വരുന്നത്, 4 ഇഞ്ച് പൈപ്പ് 4 kg ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താങ്ങുകാലം മാത്രമായിട്ടും നമ്മൾ കൊടുക്കണ്ട കേട്ടോ. ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമ്മളെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ നമ്പറിലൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് കേട്ടോ. ഒറ്റ ദിവസത്തെ വർക്കാണ്. നമ്മൾ ഒരു ദിവസം കുഴി കുത്തി പൈപ്പ് ഇപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വർക്കാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളെ വർക്ക് ഏകദേശം തീരാറായിട്ടോ. ഇനി തൈ വെക്കാൻ മാത്രമേ ഉള്ളൂ. പണി